എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ എഡിറ്റ് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷയിലെ എഡിറ്റുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ എഡിറ്റിങ്ങുകളാണ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ആ ഒരു എഡിറ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഓരോ അഡ്മിഷൻ ഡീറ്റെയിൽസും മറ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് എന്നുള്ളതിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് രാത്രി വരെ, അതായത് ഏത് തരത്തിലുള്ള എഡിറ്റുകളും നിങ്ങൾക്ക് ഇന്ന് രാത്രി വരെ ചെയ്യാവുന്നതാണ്. അത് ജൂൺ 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിക്കിലേക്ക് ആ ഒരു അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 10-ാം തീയതിയാണ്, അതായത് ജൂൺ 10-നാണ്. അത് ഓൾറെഡി ആ ഒരു ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ്, അതായത് സ്പോർട്സ്, ആർട്സ്, DA എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 15-ാം തീയതിയാണ്, അതായത് ഈ ഒരു ജൂൺ 15-ാം തീയതിയാണ്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ റാങ്ക് ലിസ്റ്റ് ഫസ്റ്റ് ഫേസ് ഓഫ് അഡ്മിഷൻ, അതായത് ഈ ഒരു ആദ്യഘട്ട അഡ്മിഷനുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 19-ാം തീയതിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ട, ആർട്സ്, DA കോട്ട എന്നിവയുടെ അഡ്മിഷൻ നടക്കുന്നത് 20-ാം തീയതിയാണ്, അതായത് ജൂൺ 20-ാം തീയതിയാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ടു സയൻസ്, കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ഈ ഒരു ജൂൺ 20-ാം തീയതി തന്നെയാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ടു ഡിപ്പാർട്ട്മെൻറ്റ് അതർ ദാൻ സയൻസ്, കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് എന്നിവയിൽ അഡ്മിഷൻ നടക്കുന്നത് 21-ാം തീയതിയാണ്. അതുപോലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് നോക്കുകയും അതുപോലെ തന്നെ ഈ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും റോങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുന്നറിയിപ്പില്ലാതെ റിജക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തിരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ അലോട്ട്മെൻറ്റ്, അതായത് PG UG അഡ്മിഷൻ്റെ ഓരോ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ. ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. കാരണം ഇത് ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു വെബ്സൈറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പോലെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു, അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു 14-ാം തീയതി, അതായത് ഇന്ന് 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങൾ, അത് എന്തൊക്കെയാണ് എറേഴ്സ് ഉള്ളത് എന്നുള്ളത്, അതിനോടൊപ്പം നിങ്ങളുടെ കോപ്പി, അതായത് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ഈ മറ്റെന്തെങ്കിലും അതർ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ആ ഒരു കോളേജിലേക്ക് നിങ്ങൾ മെയിലായിട്ട് അയച്ചു നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതിനായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് UG ആപ്ലിക്കേഷൻ ഹു വാണ്ട് ടു എഡിറ്റ് മാർക്ക് ഓർ പ്രോഗ്രാം പ്രിഫറൻസ് ഷുഡ് സെൻഡ് ഇമെയിൽ ഫ്രം ദ രജിസ്റ്റേർഡ് ഇമെയിൽ ID ബിഫോർ 5 PM ഓൺ 14/6/2024. അതായത് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്കകം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്, മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ നിങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിലേക്ക് ആ ഒരു നിങ്ങളുടെ മെസ്സേജ് അയച്ച് നൽകേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കോൺടാക്ട്സ് എന്നുള്ളിടത്ത് മഹാരാജാസ് കോളേജിൻ്റെ ആ ഒരു ഇമെയിൽ ID നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമെയിൽ IDയിലേക്കായിരിക്കും വിദ്യാർത്ഥികൾ ഈ ഒരു മെസ്സേജുകളൊക്കെ അയക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു മഹാരാജാസ് കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു ഡൗട്ടുകൾ കൂടുതൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുക ആ ഒരു കോളേജിനായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. കാരണം എപ്പോഴാണ് അഡ്മിഷൻ ഡേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ചില സമയത്ത് കൗൺസിലിംഗ് രീതിയിലാണ് ഈ ഒരു, അതായത് ഓട്ടോണമസ് കോളേജുകളിൽ ഏകദേശം ഇൻ്റർവ്യൂ രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്, അഡ്മിഷൻ നടത്തുന്നത്. അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ള രീതിയിലല്ല, അതായത് നിങ്ങൾക്ക് ഇന്ന് കോഴ്സിന് കിട്ടി എന്നുള്ള രീതിയിലല്ല, നിങ്ങൾ ഇന്ന ദിവസം അവിടെ അഡ്മിഷന് പോകുക എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ വരുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കാരണം നിരവധി ഓട്ടോണമസ് കോളേജുകളുണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടോണമസ് കോളേജിലേക്ക് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഓരോ കോളേജുകളും സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അതായത് കൗൺസിലിംഗ് രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടത്തുക. അതായത് നിങ്ങൾ ആ ഒരു നിശ്ചിത ദിവസം ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷനായിട്ട് പോകണമെന്നുള്ള രീതിയിലാണ് ഈ ഒരു, അതായത് അഡ്മിഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഓട്ടോണമസ് കോളേജിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ, അതായത് ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എപ്പോഴാണ് ഓരോ നിർദ്ദേശങ്ങൾ വരിക എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു നിർദ്ദേശങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വഴി ഇങ്ങനെ ലഭിക്കണം എന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഏത് കോളേജിലാണ്, അതായത് ഏത് ഓട്ടോണമസ് കോളേജിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓട്ടോണമസ് കോളേജിൻ്റെ വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്യും. അതിലെന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.